മാങ്ങക്കാലായതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും മാങ്ങയാണ്. ഏത് വീട്ടിൽ നിന്നും മാങ്ങയാണ് കൊടുന്നേരണത്. അപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് വെച്ചിട്ട് മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി. ജ്യൂസല്ല, മിൽക്ക് ഷേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ബാംഗ്ലൂർ പോവാണ്. അപ്പം അമ്മ ഉണ്ടാക്കി തന്ന നല്ല കോഴിയും കടച്ചക്കയും കൂടി കറി വെച്ചതും കടുമാങ്ങയൊക്കെ കൂടി ഊണ് കഴിച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി തൃശ്ശൂർ പോയി. സോന ട്രാവൽസ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എത്ര വട്ടം പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ വീട് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒടിയ. അവളാണ് എടുത്തിട്ടുള്ളത്. ഒടിയ എന്നുള്ളൊരു ഫ്രണ്ടാണ്. അവളാണ് വീട് എടുത്തിട്ടുള്ളത്. കബോർഡിൻ്റെ കീ കൊടുക്കാനും ഒരുവിധം സാധനങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇപ്രാവശ്യം ബാംഗ്ലൂർ പോകുന്നത്. ബസ്സിൽ കയറിയപ്പോൾ തൊട്ടിട്ട് വല്ലാത്തൊരു മിസ്സിങ് അനുഭവപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്തപ്പോൾ മാസത്തിൽ 1-2 വട്ടം നാട്ടിൽ വന്ന് പോകാറുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ട്രാവൽ ചെയ്തിരുന്നതാണല്ലോ ഒറ്റയ്ക്കും 2-3 മാസം ജോബിച്ചനായിട്ടും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെമ്മറീസ് ഓടി വന്നു. സത്യം പറഞ്ഞാൽ ചെറിയൊരു ജോലി പോയതിൻ്റെയും തിരിച്ചെത്തിയതിൻ്റെയും എല്ലാം കൂടിയിട്ടൊരു ചെറിയ സങ്കടമുണ്ട്. എന്നാലും എല്ലാം നല്ലതിനാവുമെന്ന് വിചാരിക്കാം. റിസൈൻ ചെയ്തിട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വേദന ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഒരു പ്ലസ് പോയിന്റ് എന്ന് വിചാരിക്കാം. എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവില്ലേ. പിന്നെ എങ്ങാനും ബാംഗ്ലൂർ ജോലി കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇനി തിരിച്ചു വരവുണ്ടാവുള്ളൂ. അതിലും വല്ല ടൂർ പോലെ വരേണ്ടി വരും. ബാംഗ്ലൂർ മൈസൂർ ഒരുവിധം കാര്യങ്ങളൊക്കെ കണ്ട കാരണം ഇനിയിപ്പോൾ ടൂറായിട്ടും വരേണ്ടി വരില്ല എന്നാണ് വിചാരിക്കുന്നത്. വണ്ടി ഒരു 1/4 മണിക്കൂർ ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ എത്തിയപ്പോൾ പെട്രോൾ അടിക്കാൻ നിർത്തി. അപ്പോൾ അവിടെ തന്നെ വാഷ്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് ശരിയാണല്ലേ. ബാംഗ്ലൂർ ജോലി കിട്ടുമ്പോൾ ഒട്ടും താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതായിരുന്നു. പിന്നെ അറ്റൻഡ് ചെയ്ത 3 ഇൻ്റർവ്യൂ ബാംഗ്ലൂർ ആയ കാരണം എന്നാൽ ശരി പോയിട്ട് വരാം, നോക്കി നോക്കാം, പറ്റില്ലെങ്കിൽ തിരിച്ചു പോരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. സംഭവം അവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ ചെറിയൊരു കമ്പനി ആയിരുന്നു. അത്ര വലിയ അടിച്ചുപൊളിയും സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഭാഷ അറിയാത്ത ഒരാളെ അറിയാത്ത ഒരു നാട്ടിൽ വന്ന് സ്വയം ജീവിച്ച് പൊരുതി വന്നു എന്ന് പറയാം. ജീവിതം അങ്ങനെയായിരിക്കും അല്ലേ.